ഇന്ത്യയിലെ സുപ്രീം കോടതിയുടെ 9 അംഗ ബെഞ്ച് ശബരിമല വിശ്വാസ സംബന്ധമായ കേസ് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിലെ നാഴികക്കല്ലായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാഴ്സി അടക്കമുള്ള വിശ്വാസങ്ങൾക്കും ഈ വിധി ബാധകമാകും. കുറെ കൂടെ മൗലികമായി പറഞ്ഞാൽ ആർട്ടിക്കിൾ 25, 26 എന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശത്തിന്റെ നിലനിൽപ്പ് ഈ വിധിയെ ആശ്രയിച്ചായിരിക്കും. അതായത് ഞങ്ങൾ വാദിക്കുന്നത് എന്താ? ശബരിമലയിൽ അയ്യപ്പൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. ഈ വിശ്വാസം കാത്തു സൂക്ഷിക്കാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് നൽകുന്നത് ആർട്ടിക്കിൾ 25 ഇതാണ് നമ്മൾ വാദിക്കുന്ന കാര്യം. ആ ആർട്ടിക്കിൾ 25 നിലനിൽപ്പ് തന്നെ ആർട്ടിക്കിൾ 25 എന്ന ഫണ്ടമെന്റൽ റൈറ്റ് ടു ഫെയ്ത്ത്, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം, മതവിശ്വാസം, ആത്മീയ വിശ്വാസം, എന്ത് പേര് വിളിച്ചാലും ആ ഫണ്ടമെന്റൽ റൈറ്റിന്റെ നിലനിൽപ്പ് തന്നെ ഈ കേസിനെ ബാധകമാക്കി, അല്ലെങ്കിൽ കേസിനെ അടിസ്ഥാനമാക്കി നിൽക്കുന്നത്. ഇതിൽ ഭരണഘടനാ ചോദ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ എതിർവാദം ഞങ്ങൾ അനുകൂലിക്കുന്നില്ല, പക്ഷെ അവരെ ബഹുമാനിക്കുന്നു. ഫെമിനിസ്റ്റുകളും പുരോഗമനവാദികളും സ്വയം വിളിക്കുന്നവരും ആർട്ടിക്കിൾ 14 പരമാവധി ഇതിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു ആർട്ടിക്കിൾ 14ന്റെയും 25ന്റെയും ബാലൻസ് അഥവാ സന്തുലനം ഈ കേസിൽ വേണ്ടി വന്നേക്കാം, സംശയമൊന്നുമില്ല. സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും 2 റിക്വസ്റ്റ് ആണ്. ഒന്ന്, ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് വീക്കാണ്. ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് ദുർബലമായ ഒരു അഫിഡവിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞാൽ എന്താ പറയുക, പ്രകോപനവും ചലഞ്ചിങ്ങും ആവുന്നതുകൊണ്ട് ദേവസ്വം ബോർഡ് അഫിഡവിറ്റിൽ എഴുതിയിരിക്കുന്ന കാര്യമൊന്നും പറയുന്നില്ല. പക്ഷേ ദേവസ്വം ബോർഡിന്റെ അഫിഡവിറ്റ് വീക്കാണ്. ശബരിമല ഹിന്ദു ക്ഷേത്രമാണോ എന്ന തർക്കം പോലും ഉണ്ടെന്ന് മുമ്പ് നമ്മുടെ മിനിസ്ട്രിയും ദേവസ്വം ബോർഡും കൊടുത്ത അഫിഡവിറ്റിലൊക്കെ ഉണ്ട്. ഇതൊക്കെ വിവാദ വിഷയങ്ങളായതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ശബരിമല എന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ, ബഹുസ്വരതയുടെ ക്ഷേത്രത്തിന്റെ, വാവരും വെളുത്തയും അടക്കം മുസ്ലിം ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളെ ഉൾക്കൊള്ളുന്ന ഹിന്ദു ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സ്വഭാവം നൈഷ്ഠിക ബ്രഹ്മചര്യമാണ്, എറ്റേണൽ സെലിബേറ്റ് ആണ് എന്ന വസ്തുത വളരെ ശക്തമായിട്ടുണ്ട്. ഈ സത്യം തിരിച്ചറിഞ്ഞ് ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലം ശക്തമാക്കേണ്ട ആവശ്യമുണ്ട്. കേരള സർക്കാരിനോടും അഭ്യർത്ഥിക്കാനുള്ളത് കുറെ കൂടെ ശക്തമായ സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നാണ്. അത് ഹിന്ദു വോട്ടുകൾക്ക് വേണ്ടിയോ NSSനെ ഭയന്നോ പ്രക്ഷോഭങ്ങൾ ഭയന്നോ ആകരുത്. പകരം ശബരിമലയുടെ ഭാഗത്താണ് ന്യായം എന്ന തിരിച്ചറിവ് കാരണമാകണം.